ഈ രാജ്യത്തെ കോൺഗ്രസിനെ വിശ്വസിക്കാൻ സോനം വാങ്ചുക് സമരം നിരാഹാരം അവസാനിച്ച് മടങ്ങി കേട്ടോ. അത് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപത്തിന് കാരണമായിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ മഞ്ജുഷ്. അതായത് അദ്ദേഹം കഴിഞ്ഞ 25 ദിവസമായിട്ട് നിരാഹാരം കിടക്കുകയാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെയും ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞതുപോലെ പിന്നെ നിരാഹാരം തുടരുന്നു. അവസാന നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുമ്പോഴാണല്ലോ സാധാരണഗതിയിൽ ഒരു ചർച്ചയുടെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ, അതായത് ഏതെങ്കിലും ചില ഡിമാൻഡുകൾ അംഗീകരിക്കുമ്പോഴാണല്ലോ അവർ നിരാഹാരം പോലുള്ള 25 ദിവസമായിട്ട് ഭക്ഷണം ഒരു സമരം തുടങ്ങുന്ന സമയത്ത് ആ സമരത്തിന് ഒരു വലിയ ഡിമാൻഡ് ഉണ്ടാകും. ആ സമരം തുറന്നു പോകുന്ന സമയത്ത് ആ സമരത്തിന് ഡിമാൻഡുകളിൽ മാറ്റമുണ്ടാകും. ആ സമരം അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ പ്രധാനപ്പെട്ട ഡിമാൻഡുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും സമരം അവസാനിപ്പിക്കുക. അത് ഈ ലോകത്ത് ഈ രാജ്യത്തുണ്ടായ എല്ലാ സമരങ്ങളിലും നാരങ്ങാവെള്ളം കുടിക്കണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 2 മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിന്റെ അവസാനമാണല്ലോ അവര് നിർത്താൻ തീരുമാനിക്കുമ്പോൾ അത്രേ ഉള്ളൂ. സമരം തുടങ്ങാനും സമരം അവസാനിപ്പിക്കാനും സമരം ഏത് ഘട്ടത്തിലൂടെ കൊണ്ടുപോയത് നല്ല ധാരണയുണ്ട് സാർ. ഒരു സെക്കൻഡ് ഞാൻ സംസാരിച്ചു. ഞാൻ പറയുന്നത് ഇപ്പം നിലവിലെ 2 ഡിമാൻഡാണ് അവർ അംഗീകരിച്ചത്. ഒന്ന്, ഈ കുറ്റമറ്റ അന്വേഷണം നടത്തും, പുതിയ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത്, ഈ മരിച്ചുപോയ കുട്ടികൾക്ക് നഷ്ടപരിഹാരം നൽകും, മരിച്ചുപോയ കുട്ടികളുടെ വീട്ടുകാർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ചുരുക്കത്തില് അതെ ഭാവിയിലേക്ക് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകാതിരിക്കാൻ അത് തടയുവാനായിട്ട് കർശന ശിക്ഷ ബില്ലുണ്ട്. അല്ല, ഇതിനപ്പുറം പ്രധാന രാജി കൂടിയേ തീരൂ. അതായത് പ്രധാനമാകണമെന്നാണെങ്കിൽ അവിടെ രാഷ്ട്രീയമില്ല എന്നാണ്. മഞ്ജുഷ്, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈ ആത്മഹത്യ ചെയ്ത 22 23 കുട്ടികളുടെ മരണത്തിന് ഉത്തരവാദി തങ്ങളാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പാണ് എന്ന് ഗവൺമെന്റ് അംഗീകരിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ അവർ നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഇത്രയും കുട്ടികളുടെ മരണത്തിന് തങ്ങൾ ഉത്തരവാദിയായി എന്ന് ഇത്രയും കാലമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഇവരുടെ ഹാൻഡിലുകളെല്ലാം പറഞ്ഞത് പരീക്ഷ എടുക്കുമ്പോൾ ഒത്തിരി കുട്ടികൾ ആത്മഹത്യ ചെയ്യാറുണ്ട്, അതൊക്കെ കഴിവില്ലാത്ത കുട്ടികളാണ്, മനഃശക്തിയില്ലാത്ത കുട്ടികളാണ്, അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന എന്തിനാ? അപ്പം അതിനർത്ഥം ഈ കുട്ടികളുടെ മരണത്തിന് ധാർമ്മികമായി തങ്ങൾ ഉത്തരവാദികളാണ് എന്ന് സർക്കാർ സമ്മതിച്ചിരിക്കുകയാണ്. ഓക്കെ, അതൊരു വലിയ നേട്ടമാണെന്നേ. അപ്പം ഞാൻ പറയുന്നത്, വാങ്ചുക്കിനെ പോലെ ഒരാൾ നിരാഹാരം അവസാനിപ്പിക്കാൻ ഇത്രയും തന്നെ സർക്കാർ സമ്മതിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കേസ്, ഇപ്പൊ ഇദ്ദേഹം BJP പ്രതിനിധി വളരെ വാചാലനായിട്ട് സംസാരിച്ചല്ലോ. അതായത് ഈ വിവരം അറിഞ്ഞ ഉടനെ ഗവൺമെന്റ് അത് ചെയ്തു, ഇത് ചെയ്തു, മലമറിച്ചു എന്നൊക്കെ. ഇതിന് തൊട്ട് മുമ്പ് CBSE പരീക്ഷയുടെ ഫലം വന്നു. ഈ ഫലത്തിനകത്ത് പുതിയ മൂല്യനിർണ്ണയ സംവിധാനം ഏർപ്പെടുത്തിയതിന്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ ഫലമായിട്ട് ഒരു കൊച്ചുകുട്ടി, 17 വയസ്സുള്ള ഒരു കുട്ടി, ഇതിനകത്ത് ഈ റിസൾട്ടിനകത്ത് വളരെ സീരിയസ് ആയ തെറ്റുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ പുറത്തിറക്കിയപ്പോ ആ കുട്ടിയെ പാകിസ്ഥാൻകാരനാക്കിയ ടീംസാണിത്. മനസ്സിലായോ? ആ കുട്ടിയെ പാകിസ്ഥാൻകാരനായിട്ടും രാജ്യദ്രോഹിയായിട്ടും, 17 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കാര്യമാണ് പറയുന്നത്, അതിനെ രാജ്യദ്രോഹിയായിട്ടും പാകിസ്ഥാൻകാരനായിട്ടും ചിത്രീകരിച്ച് അവനെ അവിടുന്ന് ഓടിക്കണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ഒരു ടീമാണ് അവസാനം മൊത്തം ഈ. അങ്ങനെയാണെങ്കിൽ താങ്കൾ നേരത്തെ പറയുണ്ടായി യുവാക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, അതുപോലെ തന്നെ യുവാക്കളെ ചേർത്ത് പിടിക്കുന്നവരാണ് കേന്ദ്ര സർക്കാർ എന്ന്. അപ്പോൾ ഇതോ? അല്ല, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഞാനെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇവിടെ PSC എഴുതുന്ന ഇവിടെ ഈ കൺമുമ്പിൽ ഈ പറയുന്ന കോൺഗ്രസ് മാധ്യമ പ്രവർത്തകന്റെ കൺമുമ്പിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് പഠിക്കൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നതിന്റെ ഭാഗമായി ജോലി കാത്തിരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും കേരളത്തിന്റെ യുവത്വം അതാ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മണ്ണുവാരി തിന്നുന്നുണ്ട്, മുട്ടിലിഴയുന്നുണ്ട്, കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുന്നുണ്ട്. എന്തേ അവരെ നിങ്ങൾ കാണാതെ പോകുന്നുണ്ട്? അവർ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവരായോണ്ടാണോ ഈ സർക്കാർ കാണാതെ പോകുന്നത്? ഈ സർക്കാർ അവരുടെ കണ്ണീര് കാണാതെ പോകുന്നത്, അവർ പറയുന്നത് കേൾക്കാതെ പോകുന്നത്? നിങ്ങൾ മറ്റു കാര്യങ്ങളെ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങളുടെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾ ഈ കേരളത്തിലെ പരീക്ഷ 2 ദിവസം മുമ്പല്ലേ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഒരാഴ്ച മുമ്പല്ലേ ഈ PSC എഴുതിയ പരീക്ഷാ ചോദ്യപേപ്പർ, PSCയുടെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന് ആ പരീക്ഷ മാറ്റിവെച്ചത്? അതിന്റെ ഭാഗമായി എത്ര കുട്ടികൾ, ഉദ്യോഗാർത്ഥികൾ, പരീക്ഷാർത്ഥികൾ, എത്ര പേർക്ക് മാനസികമായ സംഘർഷമുണ്ടായി? അതിൽ പരാതി പറഞ്ഞ് പുറത്തേക്ക് വന്ന കുട്ടികളെ പറ്റി ഈ സർക്കാരും ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും പറഞ്ഞതൊക്കെ വലിയ വായിലായിരുന്നോ, വലിയ സ്നേഹത്തോടെ ആയിരുന്നോ എന്നുള്ള ഈ പിണറായി
രാഹുൽ ഗാന്ധി കേക്ക് മുറിക്കാം, ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് പറഞ്ഞ് എംപിമാരെ വിളിച്ചു കൊണ്ടുപോയി സമരം നടത്തിയതുപോലെ ആണോ നിങ്ങളും ഈ കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്? നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാകുള്ളൂ. നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിങ്ങൾ സ്വന്തം നാട്ടിലെ കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന സോഷ്യൽ ഹാൻഡിലുകൾ, ഞങ്ങളുടെ ഏതോ സോഷ്യൽ ഹാൻഡിലുകൾ പറഞ്ഞു എന്നാണ്, ഔദ്യോഗികമായി ഏതെങ്കിലും ഞങ്ങളുടെ BJPയുടെ അല്ലെങ്കിൽ BJPയുമായി അനുഭാവമുള്ള ഏതെങ്കിലും സോഷ്യൽ ഹാൻഡിലുകൾ അങ്ങനെ കൈകാര്യം ചെയ്തതായിട്ട് മഞ്ജുഷിന്റെ അറിവിലുണ്ടോ? എന്റെ അറിവിൽ എന്തായാലും ഇല്ല. പാർട്ടി അത്തരത്തിലൊരു നിലപാട് പറഞ്ഞത് സിബി, അത് അങ്ങനെയാണോ? BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമോ അങ്ങനെ ഒരു ആരോപണമോ ആണോ? എന്റെ മഞ്ജുഷ്, നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇന്ത്യയിൽ BJP നിയന്ത്രിക്കുന്ന BJPയുടെ IT സെൽ നിയന്ത്രിക്കുന്ന 10,000 ലക്ഷക്കണക്കിന് ഹാൻഡിലുകളുണ്ട്. ഈ ഹാൻഡിലെല്ലാം വന്നു നിന്നിട്ട് ഈ പയ്യനെ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചതും പാകിസ്ഥാൻകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഈവൻ ഈ NIT പരീക്ഷയിൽ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളത് ഈ വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ പരീക്ഷ എഴുതുന്നു തുടങ്ങിയ ഇത്തരത്തിലുള്ള വളരെ വൃത്തികെട്ട രീതിയിൽ വളരെ അധമമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആരാണ്? ഞാൻ ചോദിക്കുന്നത്, ഇവർ എത്ര കാലം ഈ രാജ്യസ്നേഹം പറഞ്ഞിരിക്കുമെന്നേ? നിങ്ങൾ എന്ത് വൃത്തികേട് കാണിച്ചാലും, എന്താ പറയുന്നത്, തെറ്റ് കാണിച്ചാലും അതിനെല്ലാം അവസാനം പാകിസ്ഥാനിൽ നിന്നാണ്, ചൈനയിൽ നിന്നാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, രസമുള്ള ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതിനകത്തൊരു പയ്യനോട് ഈ പറഞ്ഞ ഗോദി മീഡിയയിൽ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വെളിയിൽ നിന്ന് ഫണ്ടിങ് കിട്ടുന്നുണ്ടെന്ന് കേട്ടല്ലോ, എന്താണെന്ന്. അപ്പൊ പുള്ളി പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം എനിക്ക് പാകിസ്ഥാനിൽ നിന്നൊരു 40 രൂപ കിട്ടി, പിന്നെ അമേരിക്കയിൽ നിന്നൊരു 20 രൂപ കിട്ടി, അതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ച് ഇവിടെ വന്നു, ഇനി തിരിച്ചു പോകണമെങ്കിൽ എനിക്ക് നേപ്പാളിൽ നിന്ന് പൈസ വരണോ? അപ്പൊ ഇത്തരം രീതിയിൽ ഇവരുടെ ഈ എല്ലാത്തരം പ്രചരണങ്ങളെയും വളരെ ഈ സമരത്തിൽ പങ്കാളിയാകണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ചില യുവാക്കളുടെ പ്രതികരണവും കേട്ടതാണ് കേട്ടോ. ഇന്നൊരു കാര്യം കേട്ടിരുന്നു, അയാൾ പിന്നീട് മാപ്പ് പറയുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.